പണ്ടൊക്കെ ഒരു 10-25 വർഷം കഴിയുമ്പോഴാണ് ഒരു ജോബിൻ്റെ നേച്ചർ മാറുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് അത് തന്നെ പഠിക്കേണ്ട ഒരു വലിയ സംഭവമാണ്. ഗവൺമെൻറ്റുകളെല്ലാം വളരെ കീനായിട്ട് വാച്ച് ചെയ്ത് ജോബിൻ്റെ നേച്ചർ മാറുന്നതനുസരിച്ച് സ്കില്ലും റീസ്കില്ലും കൊടുക്കണം ഗവൺമെൻറ്റുകൾ. എന്നാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒരുപാട് പേര് തൊഴിലില്ലാതായി പോകും. നിങ്ങൾ തൊഴിൽ രംഗത്ത് ഒരുപാട് തൊഴിലുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. വെറുതെ കേരളത്തിലേക്ക് എടുത്താൽ ഞെട്ടിപ്പോകും നിങ്ങൾ. എത്ര കടകൾ അടച്ചുപൂട്ടി പോയിരിക്കുന്നു, എത്ര പേർക്ക് ആ ജോലി ഇല്ലാതെ പോയിരിക്കുന്നു. നിങ്ങൾ വെറുതെ ലോഡിങ് അൺലോഡിങ് ആളുകളോട് ചോദിച്ചാൽ മതി. പണ്ട് അവർക്ക് ഉണ്ടായിരുന്ന ജോലിയുടെ നാലിലൊന്നില്ല. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി പോർട്ടറോട് ചോദിച്ചാൽ മതി, എന്താ മാറിയത്? ട്രോളിയിലാണ് എല്ലാവരും കൊണ്ടുപോകുന്നത്. ട്രോളിയാണ്. മറ്റത് തലയിലൊക്കെ വെച്ചത്. ഇപ്പോൾ നമ്മൾ കൂളായിട്ട് ട്രോളി എത്ര വലിയ സാധനം അവരുടെ ജോലി 1/10 പോർട്ടേഴ്സിൻ്റെ. അപ്പം നമ്മൾ ആലോചിച്ചാൽ ആ പോർട്ടേഴ്സിനെ നമുക്ക് കളയാൻ പറ്റുമോ? അവരുടെ കുടുംബമില്ലേ? അപ്പോൾ നമ്മൾ ആലോചിച്ചിട്ട് അവരെ എങ്ങനെയാണ് റീസ്കിൽ ചെയ്തെടുത്ത് വേറൊരു കാര്യത്തിന് പ്രയോജനപ്പെടുത്തുന്നതെന്ന് ആലോചിക്കണം. അതാണ് ഗവൺമെൻറ്റിൻ്റെ ജോലി. അതാണ് ഞാനിത് അസംബ്ലിയിലൊക്കെ സംസാരിച്ചാണ്. കേരളത്തിലൊന്നും അത് ശ്രദ്ധയേ ഇല്ല. പല സ്ഥലത്തും തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആളുകൾക്ക്. അപ്പോൾ പുതിയ തൊഴിലുകൾ ഒരു സ്ഥലത്ത് ക്ലോസ്ഡ് ആകുമ്പോൾ വേറെ സ്ഥലത്ത് ഓപ്പൺ ആവും. അതനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ട ഗൗരവം നിറഞ്ഞ ഒരു കാലത്താണ് ഈ ക്യാമ്പയിൻ നടക്കുന്നത്.